പിന്നെ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ കാണാറുണ്ട്. നെഗറ്റീവ് കമൻറ്റുകളിൽ ഭയങ്കര നെഗറ്റീവ് കമൻറ്റുകൾ കാണാറുണ്ട്. എന്താണ്, എനിക്ക് ഓട്ടിസമാണ്, അത് ഓട്ടിസം ഒരു അസുഖമാണ്, അത് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് കമൻ്റ് ഇല്ല. പക്ഷെ ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് പരത്തുന്നത് കുറേ കമൻറ്റുകൾ, കുറേ ഫേക്ക് ഐഡികൾ വന്ന് പരത്തുന്നു. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും, കുട്ടികളുണ്ടാവാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒരു നെഗറ്റീവല്ല, പക്ഷെ ഒരു തെളിവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വരുത്തണതും അതുപോലെ തന്നെ എന്താണ് കമൻറ്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എനിക്കറിയില്ല. പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ, ഇനി കുറേ നെഗറ്റീവ് കമൻറ്റ് ഉണ്ട്, ഭയങ്കര മോശമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് അടിച്ചു പോകും. അത് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻറ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. കാരണം ഞാൻ മാക്സിമം നാണം കെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചതിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് മോളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നാണം കെടുന്നതിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തന്നെ നാണം കെടുക, ഇൻസൾട്ടഡ് ആവുക, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ബോഡി ഷെയ്മിങ് തുടങ്ങിയ എല്ലാ വൃത്തികെട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ ഐഡിയകൾ വന്നിട്ട് കുറച്ച് 4 നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല. ആ നാണമൊക്കെ എനിക്ക് പോയി. അതുകൊണ്ട് നിങ്ങൾ ഇന്നെ നാണം കെടുത്തിയിട്ട് എൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക, അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പല ത്രെറ്റനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനത്തെ ത്രെറ്റനിങ് കോൾസ് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ആരുടെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് നടക്കുകയാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട, അല്ലെങ്കിൽ നാണം കെടുത്തിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുമെന്ന് വിചാരിക്കണ്ട. അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഡീപ്പ് വൃത്തികെട്ട അവസ്ഥയിൽ നിന്നാണ് കയറി വരുന്നത്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലും നെഗറ്റീവ് കമൻറ്റ് ഇടുക. നിങ്ങൾ എത്ര നാണം കെടുത്തിയാലും ഞാൻ വീഡിയോ ഇടാൻ പോകണമെന്ന് നിർത്തുന്നില്ല. അത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ബാലാമൃതയെ വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആയതിനു ശേഷം ഒരുപാട് സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ അമൃതക്ക്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ അവർ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ എലിസബത്തും ഇതേ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സഹിയിട്ട് എലിസബത്ത് തന്നെ എലിസബത്തിന്റെ ചാനലിലൂടെ പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ഇതൊക്കെ കാണുമ്പോൾ ആരെങ്കിലും ഇന്റൻഷനലി പേയ്മെന്റ് കൊടുത്ത് ഇവരെ സൈബർ ബുള്ളിംഗ് ചെയ്യുകയാണെന്ന് തോന്നിപ്പോകും. ഇപ്പോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. യാതൊരു കുഴപ്പവുമില്ലാത്ത ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ കൂടിയായ എലിസബത്തിനെയാണ് ഓട്ടിസം ബാധിച്ച ഒരാൾ എന്നൊക്കെ പറഞ്ഞു പരത്തുന്നത്. അതുപോലെ തന്നെ എലിസബത്തിന് കുട്ടി ഉണ്ടാകില്ല എന്ന് വരെ പറഞ്ഞു പരത്തുന്നുണ്ട്. എലിസബത്തിന് പകരം സാധാരണ ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ അവരെന്നെ സോഷ്യൽ മീഡിയയ്ക്ക് നിർത്തി ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടി പോയേനെ. എലിസബത്ത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആയതുകൊണ്ടാണ് ഇത്രയും സൈബർ ബുള്ളിംഗ് വന്നിട്ടും അതിനെയൊക്കെ ഫേസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. കൂടാതെ അവർ തന്നെ ആ ഒരു വീഡിയോയില് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അവർ ചതിക്കപ്പെട്ടു എന്ന്. സാധാരണ ബാലയുടെ ഒരു പെരുമാറ്റ രീതി വെച്ച് നോക്കുമ്പോൾ ആരും ഒരുപാട് സഹിച്ച് കൂടെ നിൽക്കാനുള്ള ആ ഒരു സാധ്യത കുറവാണ്. എന്തിനാണ് എലിസബത്തിനെ ഇത്രയധികം ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ആർക്കായാലും ഒരു സംശയം തോന്നാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ ബാല കൊടുക്കുന്ന ഇന്റർവ്യൂസിൽ കണ്ടുവരുന്ന ടോക്സിസിറ്റിയുടെ ഒരു റിസൾട്ട് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ബാല തന്റെ പഴയ ഭാര്യമാരോടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഇപ്പൊ പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് പോയെങ്കിൽ പോലും പല ഇന്റർവ്യൂസിലും വന്ന് ഇവരെയൊക്കെ കുത്തി നോവിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. ഇത്തരക്കാരാണ് ഇതുപോലെ എലിസബത്തിനെയും അമൃതയെയും ഒക്കെ നെഗറ്റീവ് പറയുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എന്തായാലും ബാലയുടെ ഇന്റർവ്യൂസിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞാൻ ഉൾപ്പെടുന്ന സമൂഹം എന്നാണ് ഞാൻ കാണുന്നത്. എങ്ങനെ പോകുന്നു ഇപ്പം சார்? இந்த வீடோ இந்த ஸ்தலமோ இதெல்லாம் அட்மாஸ்பியர் சார். நம்ம கூட 4 நல்ல மனுஷமாரி இருந்தாலே, நல்லவர் கூட நின்னாலே നമ്മുടെ ജീവിതം നന്നായിരിക്കും. അവരുടെ പ്രാർത്ഥന മതി. ഒരുപാട് പേര് വേണ്ട, 4 നല്ലവർ കൂടെ இருந்தாலும் മതി.
അത് എനിക്ക് ഇപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ബാലയെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ റിയൽ ആയിട്ട് ചോദിച്ചതാണോ അല്ലെങ്കിൽ ബാലയെ കളിയാക്കിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതിനു മുമ്പൊക്കെ കൂടെ ഉണ്ടായിരുന്നവർ നല്ലവരല്ല എന്നാണോ ബാല ഉദ്ദേശിച്ചത്? கோக்கில எடுத்து பயங்கரமாயிட்டு எல்லாரும் வரும். ஒரு 2 ദിവസമെങ്കിലും അങ്ങോട്ട് വരണം. സാർ അപ്പോൾ ഞാൻ എവ്വളോ ഹർട്ടായിരുന്നു. എൻ മനസ്സിൽ എത്ര കൊല്ലം ഞാൻ ഉണ്ടായിരുന്നു എറണാകുളത്ത്. എൻ സ്വന്ത വീട്, എൻ ബന്ധം, എൻ നാട്, എൻ മൊഴി എല്ലാத்தையும் വിട്ട് നിങ്ങൾ സ്നേഹിച്ച് ഞാൻ എറണാകുളത്തിൽ നിന്നെ എത്ര വർഷം? 16-18 വർഷം. അപ്പം മനസ്സളവിൽ ഞാൻ എവ്വളോ ഹർട്ടായിരുന്നു. അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. അവർക്കേ ഈ വേദന വരും. കള്ളന്മാർക്ക് വേദന വരാതെ മനസ്സിനകത്ത്. പക്ഷെ ഇപ്പൊ എല്ലാവരും വരണം ഇവിടെ വരെ തേടി കണ്ടുപിടിച്ചു. നിങ്ങളും വന്നി. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കും. ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിൽ നിന്നും ഒരാൾക്ക് ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ്സ് ഒന്നും അവർ ചൂണ്ടിക്കാണിക്കില്ല. അപ്പോൾ ബാലയെ വിളിക്കുന്ന ആൾക്കാർ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കാം. അല്ലാതെ ഇവിടെ വന്ന് വിവാദങ്ങളിൽ പെടാനും പ്രശ്നങ്ങളിൽ പോയി തലവെക്കാനും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരും ആഗ്രഹിക്കില്ല. എല്ലാവരും മനുഷ്യനാണ് ഏറ്റവും വലിയ ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് നിങ്ങളും ദൈവം, അവനും ദൈവം, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പലരുടെ ജീവിതത്തിൽ ഭയങ്കര ചേഞ്ച് വന്നിരിക്കുന്നു അല്ലേ? ഓല ഇപ്പോൾ പുതിയൊരു വിവാഹം ചെയ്തു, നല്ല സന്തോഷമായി ജീവിക്കും. ഹെൽത്ത് വൈസ് നല്ല ഇമ്പ്രൂവ്മെന്റ്സ്. ഞാൻ വിവാഹത്തിന് വന്ന ആളാണ്, അതൊരു പാർട്ടി അടുത്ത് വന്ന ആളാണ്. എന്ത് സന്തോഷമുള്ള ജീവിതമാണ്. നമുക്കൊക്കെ അസുഖം എങ്ങനെ വേണം നിങ്ങൾ ജീവിക്കാൻ നമുക്കൊക്കെ തോന്നി. നല്ലൊരു ഭാര്യയെ കിട്ടി. എന്ത് പറഞ്ഞാലും ഇത് എടുത്ത് കട്ട് ചെയ്ത് ട്രാളിലിടും. മുൻപ് ഞാൻ പറഞ്ഞതൊക്കെ വെച്ചിട്ട്. പക്ഷെ ഞാൻ ഒരേ ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്, ഒറ്റ അഭിപ്രായം പറയുന്നത്, എൻ്റെ മനവി, എൻ്റെ വൈഫെ കുറിച്ച് പറയുന്നത്, ഇന്നത്തെ ജനറേഷനിൽ ഇപ്പൊ ഇങ്ങനെ കിട്ടുന്നത് ഭയങ്കര ഒരു എനിക്കൊരു ഭാഗ്യം. ബാല ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഫേസ് ഒക്കെ നല്ല പ്ലസന്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ വളരെ ഹാപ്പി ആയിട്ട് തോന്നും. കെയറിങ് ആറ്റിറ്റ്യൂഡൊക്കെ ബാലയായതുകൊണ്ട് എപ്പോഴും ഉണ്ടാകുമോ എന്നറിയില്ല. കാര്യം എലിസബത്തിനെയും ആദ്യകാലങ്ങളിലൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ബാല ഒരുപാട് പൊക്കി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു. அந்த പേഷ്യന്റ് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് ജീവിതത്തിൽ. പക്ഷെ കാല് വയ്യാണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇന്റർവ്യൂ പറഞ്ഞത് 25,000 റുപ്പീസ് സത്യം. ஆனால் நான் வீடியோ போட்டேன். அந்த ஆளுக்கு ஒரு எக்ஸ்ட்ரா ஒரு 40,000 கிடைச்சிச்சு ഡയറക്റ്റാ. അത് ഏൻ നമ്മ തടയും? ഇതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാനാവില്ല. കാരണം നമ്മൾ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്തിട്ട് അത് ക്യാമറയുടെ മുന്നിൽ വന്ന് വിളിച്ചു പറയുന്നത് ശരിയായ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ബാല കൊച്ചിയിൽ നിന്ന് പോയിട്ട് പോലും ബാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രശ്നങ്ങളും ഒന്നും വിട്ടുപോയിട്ടില്ല എന്നതാണ്. മീഡിയാസ് ആണെങ്കിലോ ബാല എവിടെയുണ്ടോ അവിടെ അന്വേഷിച്ച് പിടിച്ചുപോയി ഇന്റർവ്യൂ എടുക്കലാണ് പരിപാടി. പണ്ട് എലിസബത്തിനെ കിട്ടിയപ്പോൾ ബാല അമൃതയെ കുത്തി നോവിക്കുമായിരുന്നു. ഇന്ന് അതേ സ്ഥാനത്ത് സഫർ ചെയ്യുന്നത് എലിസബത്ത് ആണ്. എലിസബത്ത് ആണെങ്കിൽ സ്വന്തം കാര്യം നോക്കി സ്റ്റഡീസ് ഒക്കെ ആയിട്ട് പുറത്താണെങ്കിലും ഇത്തരം നെഗറ്റീവ്സും ആരോപണങ്ങളുമെല്ലാം എലിസബത്തിനെ പിന്തുടരുകയാണ്. അപ്പോൾ ബാല ഇങ്ങനെ എലിസബത്തിനെ ചെളിവാരി എറിയുന്നതും കുത്തി നോവിക്കുന്നതും നിർത്താൻ ശ്രമിക്കുക. ബാലക്ക് എന്തായാലും ബാല ഉദ്ദേശിച്ചതുപോലെ നല്ലൊരു ലൈഫ് കിട്ടി. എലിസബത്തിനെ വെറുതെ വിടുക. അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ.